ജീവിതത്തിൻ്റെ യാത്രയിൽ പലപ്പോഴും നാം തളർന്നു പോയി എന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത് അത്ഭുതകരമായ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കാണിച്ചു തന്നു ശ്രേഷ്ഠമായി നമ്മെ അനുഗ്രഹിച്ചു വഴി നടത്തുന്ന ഒരു നല്ല കർത്താവിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഒന്നാമത്തെ അനുഭവം ഏലിയാവിൻ്റെ ജീവിതത്തിലാണ്. തനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഭക്തനാകുന്ന മനുഷ്യൻ. അവൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? താൻ ഇന്നും മരിച്ചിട്ടില്ല. അവൻ അഗ്നി രഥങ്ങളോടും അശ്വങ്ങളോടും കൂടെ ദൈവത്താൽ എടുക്കപ്പെട്ടു പോയൊരു ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മരണം ആഗ്രഹിച്ചു, പക്ഷേ ദൈവം അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അവൻ അനുഭവിച്ച ആ വിഷയത്തെ ശ്രേഷ്ഠമായി തരണം ചെയ്യാനും പിന്നീട് അവൻ്റെ കൈകൾ ശക്തന്മാരാകുന്ന അഭിഷിക്തന്മാരെ പുറത്തു കൊണ്ടുവരുവാനും കർത്താവ് ശ്രേഷ്ഠമായി അവരെ ഉപയോഗിച്ചു. എങ്കിൽ പ്രിയ ദൈവമേ, നീ ഇന്ന് ഭാരപ്പെടുന്ന മരണകരമാകുന്ന വിഷയമായാൽ പോലും നെഞ്ച് നീറി കുടലുണക്കി വല്ലാത്ത സാഹചര്യത്തിലൂടെ നീ ഇന്ന് കടന്നു പോകുന്നു എങ്കിലും നിനക്ക് ജയിക്കാൻ കഴിയത്തില്ല, ഇനി മരിച്ചാ മതി. നാടൻ ഭാഷയിൽ പറഞ്ഞ കർത്താവെ എന്നെ അങ്ങ് എടുത്തോണേ, ചത്താ മതി എന്നൊക്കെ പറയുന്ന ആ സാഹചര്യത്തിനകത്തിൽ നിൽക്കുന്ന ഒരു ഭക്തനെ കർത്താവ് ശ്രേഷ്ഠമായി ഉപയോഗിച്ചുവെങ്കിൽ പ്രിയ ദൈവവേദനെ നീ നിരാശപ്പെടാതെ ഭാരപ്പെടാതെ കർത്തൻ്റെ സന്നിധിയിൽ കയറി നിന്നിട്ട് പറ, എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. എനിക്ക് ഇന്നിൻ്റെ വിഷയം മാത്രമാണ് ഭാരം. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ ദൈവത്തിന് ഇന്നലെ അറിയാം, ഇന്നറിയാം, നാളെയിൽ എന്ത് സംഭവിക്കുമെന്നും അറിയാം. അതുകൊണ്ട് എൻ്റെ വിഷയത്തിനകത്ത് വൻ കാര്യങ്ങൾ ചെയ്യാൻ ആ നല്ല കർത്താവ് ശക്തനാണ്. പൗലോസിൻ്റെ ജീവിതത്തിലും രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം നഷ്ടപ്പെട്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെട്ട് അവരോട് വ്യക്തമായി വിളിച്ചു പറഞ്ഞില്ലേ, നീ എൻ്റെ വചനം റോമയിലും പ്രസംഗിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമേ, നീ ഭാരപ്പെടണ്ട, ശക്തിപ്പെടുക. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്നൊരത്ഭുതം പ്രവർത്തിക്കും. നാളത്തെ വിഷയത്തെ ഓർത്ത് ഞാൻ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ ആ വിഷയത്തെ തരണം ചെയ്യുന്ന ഒരു നല്ല കർത്താവ് എന്നോട് കൂടെയുണ്ട് എന്ന് പൂർണ്ണമായിട്ട് നീ വിശ്വസിച്ചിട്ട് ആമീൻ പറ. അത്ഭുതത്തെ പ്രതീക്ഷിക്കുക. ആ വിഷയങ്ങൾ പൂർണ്ണമായി മാറിപ്പോകുന്നത് കണ്ണാലെ കണ്ടിട്ട് അധികാരത്തോടെ എഴുന്നേൽക്കുക. എൻ്റെ ദൈവവിധ എനിക്ക് വേണ്ടി ഉദ്ധാരണങ്ങളുടെ ദൈവമായി ഇറങ്ങി നിൽക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഒരു ചരിത്രമായി മാറട്ടെ. ചില ലോക്കുകൾ ഓപ്പൺ ആക്കട്ടെ, ചില വഴികൾ തുറക്കട്ടെ. നിന്റെ പ്രതിസന്ധികൾ അത് മാറിപ്പോകട്ടെ. അത്ഭുതകരമായ ദൈവപ്രവൃത്തി ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഐ ബ്ലെസ് യു. Jesus' name. Amen.